ഗസയിലെ പാവം മനുഷ്യരോട് ഇസ്രായേൽ എന്ന ചെകുത്താൻ രാഷ്ട്രം ചെയ്തു കൂട്ടുന്ന ക്രൂരതകളെ കണ്ടില്ലെന്ന് നടിക്കാൻ അറബികൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? പാവപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ എല്ലുന്തിയ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ അത് കണ്ടിട്ട്? അറബ് രക്തം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവരൊക്കെ ഫലസ്തീൻ ജനത ഇന്ന് അനുഭവിക്കുന്ന ക്രൂരതകൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഓരോ നിമിഷത്തിലും പട്ടിണി കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട പാവം കുഞ്ഞുങ്ങളുടെ ദയനീയ മുഖം നിങ്ങളിൽ അലിവ് പടർത്താതിരിക്കുകയാണോ? ആരെ ഭയന്നാണ് ഇവിടെ നിങ്ങൾ നടപടി സ്വീകരിക്കാത്തത്? ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ ഇവരൊക്കെ എവിടെയാണുള്ളത്? വായയിൽ പഴം തിരികിയിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം നിങ്ങൾ. അല്ലെങ്കിൽ ചരിത്രത്തിൽ മറ്റൊരു വംശഹത്യയുടെ അധ്യായത്തിൽ നിങ്ങളൊക്കെ പ്രതികളായിട്ട് രേഖപ്പെടുത്തപ്പെടും. പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് അറബികൾ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാത്തത്? അവർ ആരെയാണ് ഇത്ര കണ്ട് ഭയക്കുന്നത്? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗസയിൽ 10 മണിക്കൂർ ഇടവേളയിലെ വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും മനുഷ്യക്കുരുതി നിർത്താതിരിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. സഹായത്തിനായി കാത്തുനിന്ന 23 പേരുൾപ്പെടെ 65 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 3 കേന്ദ്രങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് പ്രഖ്യാപിത വെടിനിർത്തൽ. എന്നാൽ ഖാൻ യൂനിസ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ സേന വെടിവെപ്പ് നടത്തി. സഹായം എത്തിക്കുന്നതായി മാനുഷിക ഇടനാഴി തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതിന് പിന്നാലെ സഹായ ട്രക്കുകൾ ഗാസയിൽ എത്തുന്നുണ്ട്. ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ടെങ്കിലും അത് സമുദ്രത്തിലെ ഒരു ചെറുതുള്ളി മാത്രമാണെന്നും കൂടുതൽ സഹായം ആവശ്യമാണെന്നും UN മാനുഷിക വിഭാഗം തലവൻ ടോം ഫ്ലെച്ചർ പറഞ്ഞു. സൗദിയിൽ നിന്നും ജോർദാനിൽ നിന്നും ആകാശമാർഗം ഞായറാഴ്ച ഗാസയിലേക്ക് സഹായം എത്തിയിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് 49 ട്രക്കുകളും ഉടനെത്തും. എന്നാൽ ഫലസ്തീനിലെ പ്രശ്നം അവസാനിക്കുന്നില്ല. അവിടെ ഇപ്പോഴും മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഗസയിൽ നടക്കുന്നത് ഫലസ്തീൻകാരുടെ വംശഹത്യയാണെന്ന് ഇസ്രായേലിലെ 2 പ്രമുഖ സന്നദ്ധ സംഘടനകളായിട്ടുള്ള ബെത്സലേമും അതുപോലെ തന്നെ ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും പറയുന്നു. ആദ്യമായാണ് ഏതെങ്കിലും ഇസ്രായേലി NGO ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ചെയ്തു കൂട്ടുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇസ്രായേൽ സർക്കാരിന്റെ നയങ്ങളെ പതിവായി വിമർശിക്കുന്ന സംഘടനകളാണ് ഇത് രണ്ടും. എന്നാൽ തിങ്കളാഴ്ച ഇവരിറക്കിയ പ്രസ്താവന പതിവിലും രൂക്ഷമാണ്. വംശഹത്യ നടത്തുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവിനായി ആരും നിങ്ങളെ ഒരുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വളരെ വേദനാജനകമായ നിമിഷമാണ് എന്ന് ബെത്സലേം എക്സിക്യൂട്ടീവ് ഡയറക്ടർ യൂലി നൊവാക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ ജീവിക്കുകയും അനുദിന യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷികളാവുകയും ചെയ്യുന്ന ഇസ്രായേലുകാരും ഫലസ്തീൻകാരുമായ നമുക്ക് കഴിയുന്നത്ര വ്യക്തതയോടെ സത്യം പറയാനുള്ള ചുമതലയുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻകാരെ വംശഹത്യ ചെയ്യുകയാണ് അവർ പറഞ്ഞു. എന്നാൽ NGOകളുടെ പ്രസ്താവന തള്ളിക്കളയുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഓഫീസിന്റെ വക്താവ് ഡേവിഡ് മെൻസൺ അറിയിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ കടന്നുകയറി 1200ഓളം പേരെ വധിക്കുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഗസയിൽ യുദ്ധം ആരംഭിക്കുന്നത്. അതിപ്പോൾ ഘോര യുദ്ധമായിട്ട് പരിണമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു ഭാഗത്ത് ഹമാസ് ഉണ്ടെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അവർ യുദ്ധം ചെയ്യുന്നത് പാവം മനുഷ്യരോടാണ്. അതും വളരെ സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീൻ ജനതയോട്. 2025 ഗാസയിലെ പട്ടിണി പ്രതിസന്ധി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ഗുരുതരമായ മാനുഷിക വിഷയമാണ്. ഇസ്രായേലിന്റെ ഉപരോധവും യുദ്ധവും മൂലം ഗസയിലെ 21 ലക്ഷം ജനങ്ങൾ അതിതീവ്രമായ ഭക്ഷ്യക്ഷാമവും പോഷകാഹാര കുറവും നേരിടുകയാണിപ്പോൾ. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംഘടനകൾ ഈ സാഹചര്യത്തെ മനുഷ്യനിർമ്മിതമായ പട്ടിണി എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നിട്ടും സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടോ നടപടിയോ സ്വീകരിക്കാത്തത് ലോകമെമ്പാടുമുള്ള നിരീക്ഷകർക്ക് ചോദ്യങ്ങൾ ഉയർത്താനുള്ള ഒരു സന്ദർഭമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗാസയിൽ ജനങ്ങൾ പട്ടിണി മൂലം മരിക്കുമ്പോൾ അറബ് രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതിൻ്റെ കാരണങ്ങൾ സങ്കീർണവും അതുപോലെ തന്നെ ബഹുമുഖവുമാണ്. ഗസയിലെ സ്ഥിതി 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ശേഷം വഷളായി തുടങ്ങിയതാണ്. ഇസ്രായേലിന്റെ പ്രതികാര നടപടികൾ ഗാസയിൽ വ്യാപകമായ നാശവും മരണവും വിതച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം 2025 തുടക്കത്തിൽ ഗാസയിൽ 40,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവയില്ലാതെ ദുരിതമനുഭവിക്കുന്ന സ്ഥിതിയാണിപ്പോൾ. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ഗാസയിലെ 80% ജനങ്ങൾക്കും മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നതാണ്.
കുട്ടികളിൽ പോഷകാഹാരക്കുറവ് 30% കവിഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉപരോധം ഭക്ഷണം, ഇന്ധനം, മരുന്ന് എന്നിവയുടെ വിതരണത്തെ കാര്യമായി തടസ്സപ്പെടുത്തി. ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കാൻ ഈ ഒരു ഉപരോധം മാത്രം മതിയായിരുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ മൗനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ്. സൗദി അറേബ്യ, UAE, ബഹ്റിൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ 2020 എബ്രഹാം ഉടമ്പടി വഴി ഇസ്രായേലുമായി ബന്ധം സാധാരണവൽക്കരിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായുള്ള സാമ്പത്തികവും നയതന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിപ്പോൾ. ഗസയിലെ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഈ ബന്ധങ്ങൾ തകർക്കുമെന്ന് അവർ വല്ലാതെ ഭയക്കുന്നു. ഉദാഹരണത്തിന് സൗദി അറേബ്യയും UAEയും ഇസ്രായേലുമായുള്ള വ്യാപാരവും സാങ്കേതിക സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് മുൻഗണന നൽകുന്ന 2 രാഷ്ട്രങ്ങളാണ്. ഇത് അവരുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾക്ക്, അതായത് വിഷൻ 2030 പോലെയുള്ള വളരെ നിർണായകവുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നില്ല. അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ആഭ്യന്തര രാഷ്ട്രീയവും മൗനത്തിന് കാരണമായിട്ടുണ്ട്. അതായത് ഈജിപ്ത് ഉദാഹരണത്തിന് ഗാസയോട് ചേർന്നുള്ള റഫ അതിർത്തി നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ഹമാസിനോടുള്ള എതിർപ്പ് കാരണം ഗാസയിലേക്കുള്ള സഹായ വിതരണം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഈജിപ്തിന്റെ ഭരണകൂടം ഹമാസിനെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായി കാണുന്നുണ്ട്. ഇത് അവർക്ക് ആഭ്യന്തര ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ ഗാസയിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നത് ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്ന് ഈജിപ്ത് വല്ലാതെ ഭയപ്പെടുന്നു. സമാനമായി സൗദി അറേബ്യയും UAEയും ഇറാന്റെ പിന്തുണയുള്ള ഹമാസിനെ ഒരു പ്രാദേശിക ഭീഷണിയായിട്ടാണ് കാണുന്നത്. കാരണം ഇറാനുമായുള്ള അവരുടെ ശത്രുത മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. അറബ് രാഷ്ട്രങ്ങളുടെ മൗനത്തിന് മറ്റൊരു കാരണം അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. സൗദി അറേബ്യയും UAEയും സാമ്പത്തിക പരിഷ്കരണങ്ങളിലും ആഭ്യന്തര സ്ഥിരതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 രാഷ്ട്രങ്ങളാണ്. ഈജിപ്ത് ആണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലാണ് ഈജിപ്തിൽ ഇപ്പോൾ കഴിയുന്നത്. ഈ രാഷ്ട്രങ്ങൾക്ക് സ്വന്തം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ ഇത്രയും വലിയൊരു മാനസിക പ്രതിസന്ധിയെ അവർ തിരിഞ്ഞു നോക്കാത്തത്. ഗാസയിലെ പ്രതിസന്ധി എത്ര ഗുരുതരമാണെങ്കിലും അവരുടെ ആഭ്യന്തര അജണ്ടകളിൽ ഇത് 2ാം സ്ഥാനത്ത് തന്നെയാണല്ലോ നിലയുറപ്പിക്കുക. ഖത്തർ ഇവിടെ ഒരു അപവാദമായി തോന്നാമെങ്കിലും അവരുടെ പങ്കും ഇവിടെ സങ്കീർണമാണ്. ഖത്തർ ഗാസയിൽ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് ഹമാസുമായിട്ടുള്ള ചർച്ചകളിലൂടെ. എന്നാൽ ഈ സഹായം പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നോക്കിക്കണ്ടിട്ടാണ്. അതായത് ഖത്തറിനെ സംബന്ധിച്ച് പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. എന്നിരുന്നാലും ഖത്തർ പോലും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കാരണം അവർക്ക് പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായി ബന്ധം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അറബ് ലോകത്തിന്റെ ഐക്യമില്ലായ്മയും ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതായത് അറബ് ലീഗ് ഒരു കാലത്ത് ഫലസ്തീൻ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു സംഘടനയാണ്. ഇപ്പോഴാണെങ്കിലോ അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സൗദി അറേബ്യ, UAE, ഈജിപ്ത് എന്നിവ ഇറാനെ പ്രധാന ശത്രുവായിട്ട് കാണുമ്പോൾ ഖത്തർ, സിറിയ, ലെബനൻ എന്നിവ ഇറാനുമായി ഒരു പരിധിവരെ സഹകരിച്ചു പോരുകയാണ്. ഈ വിഭജനം ഗാസയിൽ ഒരു ഏകോപിത നിലപാട് രൂപപ്പെടുത്തുന്നതിൽ തടസ്സമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അറബ് ജനതയുടെ വികാരം ഗാസയോട് അനുഭാവമുള്ളതാണെങ്കിലും ഭരണകൂടങ്ങൾ ഈ വികാരത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളാൽ മറികടക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ജോർദാനിലും ഈജിപ്തിലും ഗാസയെ പിന്തുണച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഭരണകൂടങ്ങൾ അടിച്ചമർത്തുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അറബ് ഭരണകൂടങ്ങൾക്ക് ആഭ്യന്തര സ്ഥിരതയും അധികാരം നിലനിർത്തലും ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിപ്പോൾ. പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധവും അറബ് രാഷ്ട്രങ്ങളുടെ മൗനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. സൗദി അറേബ്യ, UAE, ഈജിപ്ത് എന്നിവ US-ന്റെയും യൂറോപ്പിന്റെയും പ്രധാന സഖ്യകക്ഷികളാണ്. ഇസ്രായേലിനെ ശക്തമായി വിമർശിക്കുന്നത് US-ഉമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പ്രധാന കാരണമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതായത് അമേരിക്കയെ പേടിക്കുന്നു ഇവരൊക്കെ. കാരണം അമേരിക്ക കൈവിട്ടു പോകുമോ എന്ന ഭയമാണ് ഈ വിഷയത്തിലെ മൗനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. US ഇസ്രായേലിന് വൻതോതിൽ സൈനികവും സാമ്പത്തികവുമായ സഹായം നൽകുന്നുണ്ട്. ഇത് അറബ് രാഷ്ട്രങ്ങൾക്ക് ഒരു പ്രധാന രാഷ്ട്രീയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. ഗസയിലെ പ്രതിസന്ധി മനുഷ്യാവകാശ ലംഘനമായിട്ട് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. മലയാള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഗസയിലെ പട്ടിണിയെക്കുറിച്ച് വാർത്തകൾ നൽകുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഈ വിഷയം അറബ് രാഷ്ട്രങ്ങളുടെ മൗനത്തെക്കുറിച്ച് വിമർശനാത്മകമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ചിലരാകട്ടെ അറബ് രാഷ്ട്രങ്ങളുടെ നിഷ്ക്രിയതയെ വിമർശിക്കുമ്പോൾ മറ്റു ചിലർ ഇത് രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഗാസയിലെ പട്ടിണി പ്രതിസന്ധിയിൽ അറബ് രാഷ്ട്രങ്ങളുടെ മൗനം രാഷ്ട്രീയ, സാമ്പത്തിക, ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഫലം തന്നെയാണ്. ഇസ്രായേലുമായുള്ള സാധാരണവൽക്കരണം, ഇറാനുമായിട്ടുള്ള ശത്രുത, ആഭ്യന്തര പ്രശ്നങ്ങൾ, പാശ്ചാത്യ രാഷ്ട്രങ്ങളുമായി തുടരേണ്ട ബന്ധം എന്നിവയെല്ലാം ഈ മൗനത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എന്നിരുന്നാലും ഈ മൗനം ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തെ കൂടുതൽ രൂക്ഷമാക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇത് അറബ് ലോകത്തിന്റെ ഐക്യത്തിന്റെ അഭാവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2007 മുതൽ ഇസ്രായേൽ ഗാസയിൽ ഏർപ്പെടുത്തിയ ഉപരോധം, ആവർത്തിച്ചിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ,
ഹമാസിനെതിരെയുള്ള നയങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്നിവ ഗാസയിലെ 21 ലക്ഷം ജനങ്ങളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിട്ടിരിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ പോലും അറബ് രാഷ്ട്രങ്ങൾക്ക് കഴിയുന്നില്ല. 2007 ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഇസ്രായേൽ ഗാസയെ ശത്രു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച് കടൽ, കര, വ്യോമമാർഗങ്ങളുടെ ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു. ഈ ഉപരോധം ഭക്ഷണം, അതുപോലെ ഇന്ധനം, മരുന്ന്, നിർമ്മാണ സാമഗ്രികൾ എന്നിവയുടെ വിതരണത്തെ കർശനമായി നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഗാസയിലെ 80% ജനങ്ങൾക്കും മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ല. മാത്രവുമല്ല, കുട്ടികളിലാകട്ടെ 30% പോഷകാഹാരക്കുറവ് നേരിടുന്നവരുമാണ്. ഇതാണ് അതിന്റെ യഥാർത്ഥ കണക്ക്. ഉപരോധം മൂലം ഗാസയിലെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. തൊഴിലില്ലായ്മ 50% മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. 70% ജനങ്ങൾ മാനുഷിക സഹായത്തെ മാത്രമാണ് ആശ്രയിച്ചു കഴിയുന്നത്. ആ മാനുഷിക സഹായം പോലും നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ഗാസയിൽ വൻതോതിൽ നാശം വിതച്ചുവെന്നും പറയാതെ വയ്യ. 2025 തുടക്കത്തിൽ 40,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആശുപത്രികൾ, സ്കൂളുകൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവ ബോംബാക്രമണങ്ങളിൽ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആനുപാതികമല്ലാത്ത ശക്തി ഉപയോഗിച്ചതായി ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും വിമർശിച്ച് രംഗത്തു വന്നുവെങ്കിലും ലോകരാജ്യങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നു പോലുമില്ല. ഈ ആക്രമണങ്ങൾ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. വൈദ്യുതി, വെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ എന്നിവയുടെ അഭാവം ജനങ്ങളെ വീണ്ടും വീണ്ടും ദുരിതത്തിലാക്കുകയാണ്. ഈ ഒരു സമയത്തെങ്കിലും സംസാരിച്ചിട്ടില്ലെങ്കിൽ അറബികൾക്ക് പിന്നെ എന്ത് കഴിവാണുള്ളത് എന്ന് ലോകം ചോദിക്കും. അതുകൊണ്ട് ഉടൻ തന്നെ അവരെന്തെങ്കിലും പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.